போன வாசலிலே வாழ்க்கை தீர காத்திருக்கே காத்திலுள்ள காதலெல்லாம். ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ ഇല്ലാത്ത ബുദ്ധിയിലുണ്ടായ ഒരു ഐഡിയ വെച്ചിട്ട് അജുക്കാക്കനെ സർപ്രൈസ് ആയിട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്ന വ്ളോഗാണ്. ഇതിൽ ഉമ്മച്ചിക്ക് മാത്രമേ അറിയാത്തുള്ളൂ അജുക്കാക്ക ഇന്ന് രാത്രി വരികയാണെന്നുള്ളത്. ബാക്കി എല്ലാവർക്കും അറിയാനും ഓൻ ഇന്ന് രാത്രി വരും എന്നുള്ളത്. അപ്പം നമ്മൾ മാതാശ്രീനോട് നമ്മൾ പറഞ്ഞത് നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങാന്നാ. അപ്പം നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മൾ ഹൈലൈറ്റിലേക്ക് പോവുകയാണെന്നാ. ആദ്യം പുരേന്നിറങ്ങിയപ്പോൾ ഉമ്മച്ചി വിചാരിച്ച വയനാട്ടിൽ പോകാന്നതിനും, പിന്നെ ടൗണിലേക്കാണ് പോകുന്ന കണ്ടപ്പോൾ ഉമ്മച്ചി വിചാരിച്ച നമ്മൾ ഹൈലൈറ്റിലേക്കാണ് പോകുന്നത്. നമ്മളെങ്ങോട്ടാ പോകുന്നത്? എന്തെങ്കിലും ഒരു സന്തോഷമില്ലാത്ത കൊഴക്കും ചെയ്യണോണ്ട് എനിക്ക് അറിയൂലേ. പിന്നെ ഇനി എന്റെ വീഡിയോ എടുക്കാണ്ട് തേങ്ങാ പിണ്ണാക്കാറ് നേരത്ത് വലിച്ചു കൊണ്ടുപോയി നമ്മള് ജസ്റ്റ് ട്രിപ്പ് മോഡ്. ഇനി ഒന്ന് നല്ല തണുപ്പുവാ, മനുഷ്യനോടെ എൻജോയ് പറയില്ല. അപ്പൊ പാചകം എൻജോയ്. ടോളെത്തിയപ്പോൾ ഉമ്മച്ചിക്ക് നല്ലപോലെ ഡൗട്ടായി. ഉമ്മച്ചി ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഹൈലൈറ്റ് കഴിഞ്ഞില്ലേ, ഇതെങ്ങോട്ടാ പോകുന്നതെന്ന്. പക്ഷെ ഉമ്മച്ചിക്ക് അറിയൂലേന്നു. എന്താ ഇവിടെയൊക്കെ കുഞ്ഞെ ടോളെത്തി അല്ല, നമ്മള് മൂന്നാറില് പോവാ. പോർന്ന് മുണ്ടാണ്ടത്തെ ഏതോ സ്ഥലം. മൂന്നാറില് പോവാ. ഹൈലൈറ്റ് മാൾ എത്തിയോ? ഹൈലൈറ്റ് കഴിഞ്ഞ് നമ്മള് മൂന്നാറില് പോവാ. മൂന്നാറിൽ വരുന്ന ആഴ്ച ടൂർ പോവുക. പോർന്ന് ഇനി നിങ്ങള് പോണ്ട. ഇപ്പോഴേ പോവാണല്ലോ. ഇനി നിങ്ങള് പോണ്ട. അല്ല കുഞ്ഞിന് കാര്യം പറയാട്ടൊക്കെ മുന്നിലൊക്കെ ടോള് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. മനസ്സിലായി നിങ്ങൾ ഇങ്ങനെ കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ആദ്യം ഒന്ന് പറഞ്ഞേച്ചാൽ സന്തോഷിക്കുവൻ. സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷെ അത് കാണിക്കണം. പറ്റിച്ചെന്തിനാ പറയും. സർപ്രൈസ് മോന് വരികയാണ് എനിക്ക് മനസ്സിലായി. സോ യു ആർ ഹാപ്പി? അല്ലേ ആദ്യേ പറഞ്ഞ അത്രയും സന്തോഷം ഉണ്ടാവൂലേ. ഇനോ സർപ്രൈസ് അമ്മ, ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. മേത്തല ഉണ്ടാകുഞ്ഞേ ഇവിടെ ആരാ വരുന്നേ? അത് നമ്മുടെ കമലാസൻ തന്നെയല്ലേ? കമലാസനൻ പേർഷ്യന്ന് വരുന്നേ. ഒടുവിൽ ഞാൻ എന്റെ മാതൃരാജ്യത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. എന്റെ കമലാസനാ. എന്താ ഇത്? വൃത്തികെട്ട ഇന്ത്യൻ വേർപ്പിന്റെ നാറ്റം എന്റെ പുറത്തു വെച്ച് തേച്ച് എന്നെ അപമാനിക്കുന്നുവോ? മാഫി മുഷ്കിൽ, എന്തൊരു മുഷ്കിൽ വേണം. അത് ആണെങ്കിൽ ഇങ്ങോട്ട് നിൽക്കാം. അങ്ങോട്ട് പോ. ആർ യു ഹാപ്പി? എന്നാ പോകുന്നത്? ഞാനെങ്കിൽ പോണില്ല. ഞാൻ പെണ്ണൊക്കെ കെട്ടിയിട്ട് ഞാൻ പെണ്ണ് കിട്ടൂ. കിട്ടി അല്ല കിട്ടുമോ? കിട്ടല്ലോ. ആരാ വരുന്നേ? അതാ അപ്പം നമ്മൾ എയർപോർട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ നല്ലപോലെ ലേറ്റ് ആയിരുന്നു. ഒരു 1 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. കാരണം അവന് ഉച്ച കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത്, അവൻ ഫുഡൊന്നും കഴിച്ചില്ലേനും. അപ്പോൾ നമ്മൾ നേരെ എന്ത് വിചാരിച്ച് ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന്. അങ്ങനെ നമ്മളൊരു റെസ്റ്റോറൻറ്റ് കയറിയതാണ്. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ, അൽ കമലാസനൻ. അങ്ങനെ ഏതായാലും ഓന്റെ വടായി പറച്ചിലൊക്കെ കേട്ടിപ്പച്ച് ഇങ്ങനെ വിചാരിക്കും, ഇനി ഞാൻ എന്തെല്ലാം സഹിക്കാൻ പഠിച്ചോനെ. ഏതായാലും പോയി വന്നിട്ടല്ലേ ഇനി ഞാൻ എന്തൊക്കെ കാണാൻ എടുക്കണ്ട്. പാവന്റെ അപ്പച്ചി മോനായി പോയില്ലേ, എന്താക്കാനാ, സഹിച്ചാളേനെ. അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ, ബായ്.